ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സീരീസ് ലേണിംഗ് ജേണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സീരീസ് ലേണിംഗ് ജേണി. നമ്മൾ ഇന്ന് SSLC ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ ലെൻസസ് അഥവാ ലെൻസുകളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ലെൻസസ്? എന്താണ് ലെൻസുകൾ? ലെൻസുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങളൊക്കെ ഫോണിന്റെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ? ലെൻസസ് നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? നമ്മുടെ നിത്യജീവിതത്തിൽ ലെൻസസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ക്യാമറയിൽ തന്നെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഈ സ്പെക്ടക്കിൾ നോക്കിയത് കണ്ണാടി, നമ്മൾ കാണാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി, ഇതിലും എന്തുപയോഗിക്കുന്നുണ്ട്? ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പ്രായമായവരൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും, അവര് പത്രമൊക്കെ വായിക്കാനായിട്ട് വളരെ അടുത്ത് പിടിച്ചൊക്കെ വായിക്കുന്ന കണ്ടിട്ടില്ലേ? അവര് പത്രം സുഖമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെൻസ്, കണ്ണാടി, ഇതുപോലൊരു കണ്ണാടി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? റീഡിംഗ് ലെൻസ് എന്ന് പറയും അല്ലെ? അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡോർ ലെൻസുകൾ, അതായത് പുറത്തുനിന്ന് വരുന്നവര് നമുക്ക് കതവ് തുറക്കാതെ തന്നെ അകത്ത് നമ്മുടെ ഡോറിന്റെ നടുക്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെൻസ് ഇല്ലേ? അതായത് പുറത്തുള്ളവരെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെ? അതിലും എന്താണ് ഉപയോഗിക്കുന്ന ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ വാച്ച് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസ് കണ്ടിട്ടില്ലേ? ഭൂത കണ്ണാടി എന്നൊക്കെ പറയും. ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന വാച്ച് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണത് അല്ലെ? അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിത്യജീവിതത്തിൽ ലെൻസസ് ഉപയോഗിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയി മൈക്രോസ്കോപ്പ് അല്ലെ? നിങ്ങൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിൽ ചെറിയ ടൈനി പാർട്ടിക്കിൾസിനെ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കണികകൾ അല്ലെങ്കിൽ ജീവികളൊക്കെ കാണാനായിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ടെലിസ്കോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ടെലിസ്കോപ്പ് എന്താണ്? ദൂരെയുള്ള വസ്തുക്കളെ വളരെ അടുത്തായിട്ട് വ്യക്തമായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ദൂരെ അകലെയുള്ള സ്റ്റാർസിനെയൊക്കെ നല്ല വ്യക്തമായിട്ട് അടുത്തും കാണാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ടെലിസ്കോപ്പ് സഹായിക്കുന്നുണ്ട്. ലെൻസസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്കൊന്ന് ഓർത്തെടുക്കാൻ തരും. പ്രകാശത്തിന്റെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം? അതായത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ദാറ്റ് കോസസ് ഡീവിയേഷൻ. അതായത് എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത അല്ലെ? പ്രകാശിക സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അതുപോലെ എന്തുണ്ടാകും? ഒരു ഡീവിയേഷൻ. When a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. പ്രകാശം ഒരു ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ചരിഞ്ഞു കടക്കുമ്പോൾ അതിന്റെ പാത്തിൽ ഉണ്ടാവുന്ന അതെന്ത് ചെയ്യും? അതിനൊരു വ്യത്യാസം, അതിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കും അല്ലെ? എവിടെ വെച്ച് തന്നെ എൻറ്റർ ചെയ്യുന്ന ആ സർഫസിൽ വെച്ച് തന്നെ അതിനൊരു ഡീവിയേഷൻ സംഭവിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഗ്ലാസ് ജാർ ആണെന്ന് വയ്ക്കുക. ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ജാറിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് ചരിഞ്ഞു കിടക്കുകയാണ്. അതായത് നമ്മൾ പറയുന്നു ഒബ്ലിക്ലി. കണ്ടോ? ഒബ്ലിക്ലി. റേ ഓഫ് ലൈറ്റ് എന്ററിങ് ഒബ്ലിക്ലി. അതായത് ഒരു റേ ഓഫ് ലൈറ്റ് ഇവിടെ ചരിഞ്ഞു കിടക്കുമ്പോൾ ഇതിന്റെ പാത്തിലുണ്ടാവുന്ന ഒരു ഡീവിയേഷൻ കണ്ടോ? ഇത് നോക്കി, ഇങ്ങനെ പോകേണ്ട അത് ഇങ്ങനെ പോയി പകരും. കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ. അതായത് അതിന്റെ പാത്തിലുണ്ടാകുന്ന ഇവിടെ വെച്ച് അതിന്റെ പാത്തിലുണ്ടാകുന്ന ഒരു ഡീവിയേഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെൻസസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ലെൻസുകളും സാധാരണ ഗ്ലാസുകളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. ഒരു സാധാരണ ഒരു പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് എടുക്കുക. അതെനിക്ക് ഒരു പേപ്പർ എടുക്കുന്നു. ഈ പേപ്പറിലേക്ക് ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് സൂര്യപ്രകാശം ഇതിലേക്ക് ഇങ്ങനെ കടത്തിവിടാൻ പറയുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കടന്നു പോകും അല്ലെ? കടന്നു വന്ന് ഈ പേപ്പറിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വീഴും. ഇത് പേപ്പറാണ്. അപ്പൊ ഇതിലിങ്ങനെ വീഴും അല്ലെ? സാധാരണ ഒരു ഗ്ലാസ്.
ഈ സാധാരണ ഒരു ഗ്ലാസ് ഷീറ്റ് വരെ ഇവിടെ ഒരു ലെൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കും? ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഇതൊരു ലെൻസ് ആണെന്ന് കരുതുക. ലെൻസ് ആണെങ്കിൽ ഒരു പേപ്പറിലേക്ക് നമ്മൾ ഈ ലെൻസ് ഉപയോഗിച്ച് സൂര്യപ്രകാശം കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ എന്ത് സംഭവിക്കും? ഈ ലെൻസ് എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തെ കൺവേർട്ട് ചെയ്യുകയോ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്യിപ്പിക്കും. അതായത് സൂര്യപ്രകാശത്തെ സംപ്രജിപ്പിക്കുകയോ വിഭ്രജിപ്പിക്കുകയോ ചെയ്യും. അതായത് സംപ്രജനം വിഭ്രജനം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സംപ്രജനം എന്ന് പറയുമ്പോൾ കൂടിച്ചേരുക. അതായത് ഈ റേസിനെ, ഇവിടെ വരുന്ന റേസിനെ ഇങ്ങനെ, അതായത് കണ്ടോ, ഇങ്ങനെ വരുന്ന റേസ് ആണ്. അപ്പം ഇതിന്റെ ഒരു പോയിന്റിലേക്ക് ഇത് കണ്ടോ, ഈ ഒരു പോയിന്റിലേക്ക്, ഇവിടെ പോയിന്റ്, ഈ പോയിന്റിലേക്ക് ഇതിനെ കൂട്ടിച്ചേർക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് നമ്മളിവിടെ വെറും ഒരു പ്ലെയിൻ ഗ്ലാസ് ഷീറ്റിന് പകരം ഇവിടെ ഒരു ലെൻസ് വെച്ചപ്പോ നേരത്തെ ഇവിടെ എന്ത് നടന്നു? നേരത്തെ പറഞ്ഞതുപോലെ റിഫ്രാക്ഷൻ നടന്നു അല്ലെ? ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ റിഫ്രാക്ഷൻ നടന്നു. അപ്പൊ ഇവിടെ റിഫ്രാക്ഷൻ നടക്കുകയും ലെൻസ് എന്ത് ചെയ്തു? അതിനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു അല്ലെ? അതായത് ഒരു പോയിന്റിലേക്ക് സംപ്രജിപ്പിച്ചു. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലെൻസസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ പിക്ചർ തന്നെ നോക്കിയേ. ഇവിടെ പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഡയറക്റ്റഡ് അതിലൂടെ കടന്നു വന്ന് ഈ പേപ്പറിന്റെ പല ഭാഗത്തായിട്ടാണ്, കണ്ടോ, പേപ്പറിന്റെ പല ഭാഗത്തായിട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ഇവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നേരെ വന്ന് ഇതിലേക്ക് പേപ്പറിലേക്ക് ഇങ്ങനെ പേപ്പറിന്റെ പല ഭാഗങ്ങളിലായിട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വരുന്ന റേ ഓഫ് ലൈൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഈ റേക്ക് എന്തെങ്കിലും വ്യത്യാസം, വലിപ്പം കൂടിയോ പ്രകാശമാറ്റത്തിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസമൊന്നുമില്ല. അതേസമയം ഇവിടെ ഈ പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് പകരം ഒരു ലെൻസ് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ പ്രകാശത്തിന്റെ ഈ പ്രകാശഖണ്ഡത്തിന്റെ, അതായത് റേയുടെ വലിപ്പം വളരെ കുറയുന്നതായിട്ടും അത് റിഫ്രാക്ഷൻ അവിടെ നടക്കുന്നതായിട്ടും ഒരു പോയിന്റിലേക്ക് അത് സംപ്രജിക്കുന്നതായിട്ടും കൺവേർട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? പേപ്പറിൽ നിന്നും ഒരു പ്രത്യേക അകലത്തില് നമ്മൾ ഈ ലെൻസ് പിടിക്കുമ്പോൾ പ്രകാശഖണ്ഡത്തിന്റെ വലിപ്പം വളരെ കുറയുന്നതായിട്ടും എന്ത് ചെയ്യും? അത് റിഫ്രാക്ഷൻ അവിടെ നടക്കുകയും അപവർത്തനം നടക്കുകയും അതൊരു പോയിന്റിലേക്ക്, പേപ്പറിന്റെ ഒരു പോയിന്റിലേക്ക് ഈ റേസ് വന്ന് പതിക്കുന്നതായിട്ട് നമുക്ക്, അതായത് ആ ഒരു പോയിന്റിൽ തന്നെ ഈ റേസ് എല്ലാം വന്ന് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ പ്രകാശത്തിന്റെ തീവ്രത കൂടും അല്ലെ? പ്രകാശ തീവ്രത കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പുകയാൻ തുടങ്ങുകയും തീ കത്താൻ തുടങ്ങിയൊക്കെ ചെയ്യും. ഇതിൽ നിന്നും ലെൻസസിന് നമുക്കൊരു ഡെഫിനിഷൻ എങ്ങനെ പറയാം? ലെൻസസ് ആർ ട്രാൻസ്പെറന്റ് ഓപ്റ്റിക്കൽ ഡിവൈസസ് ദാറ്റ് റിഫ്രാക്ട് ലൈറ്റ് ടു കൺവേർജ് ഓർ ഡൈവേർജ് ഇറ്റ്, അലോയിങ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഇമേജസ് അല്ലെ? അതായത് ലെൻസസ് എന്ന് പറയുന്നത്, ലെൻസുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സുതാര്യമായ ഓപ്റ്റിക്കൽ ഡിവൈസ് ആണ് അല്ലെ? അതെന്ത് ചെയ്യും? ലൈറ്റിനെ റിഫ്രാക്ട്, അപവർത്തനം ചെയ്യുകയും ഒരു പോയിന്റിലേക്ക് അത് സംപ്രജിക്കുകയോ വിഭജിക്കുകയോ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യാനും കഴിയും. ലെൻസസ് ആർ ഓഫ് ടു ടൈപ്സ്. അതായത് ലെൻസസ് രണ്ട് തരമുണ്ട്. ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സും ഒന്ന് കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? കണ്ടോ? അതായത് നടുക്ക് തിക്കറായിട്ടും, അതായത് എഡ്ജസ് എന്തായിരിക്കും? തിന്നറായിട്ടും ഇരിക്കും. അതായത് തിക്കർ ഇൻ ദി മിഡിൽ ആൻഡ് തിന്നർ ഇൻ ദി എഡ്ജസ്. കോൺകേവ് ആണെങ്കിലോ, കോൺകേവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. അതായത് തിന്നർ ഇൻ ദി മിഡിൽ ആൻഡ് തിക്കർ ഇൻ ദി എഡ്ജസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കോൺവെക്സിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തിക്കർ ഇൻ ദി മിഡിൽ അല്ലെ? തിക്കർ ഇൻ ദി മിഡിൽ ആൻഡ് തിന്നർ ഇൻ ദി എഡ്ജസ് അല്ലെ? എഡ്ജസ് മിഡില് തിക്കർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? തിന്നർ ഇൻ ദി മിഡിൽ ആൻഡ് തിക്കർ ഇൻ ദി എഡ്ജസ് അല്ലെ? കോൺവെക്സ് ലെൻസിലൂടെ നമുക്ക് അക്ഷരങ്ങൾ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന്, അതൊക്കെ കോൺവെക്സ് ലെൻസ് ആണ്. അതായത് നമുക്ക് ചെറിയ വസ്തുക്കളെ വലുതായി കാണാനായിട്ട് എന്ത് സഹായിക്കുന്നു? കോൺവെക്സ് ലെൻസ് സഹായിക്കുന്നു. ഇതിനകത്താണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ചെറുതായി കാണാനായിട്ട്, അതായത് വസ്തുക്കളെ ചെറുതായി കാണാനായിട്ട് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. കോൺവെക്സ് ലെൻസ് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചതുപോലെ എന്താണത് കണ്ടോ? ഇതിനെ എന്ത് ചെയ്യുന്നു? റേ ഇതിനകത്തേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നു അല്ലേ?
കൺവേർട്ട് ചെയ്യിപ്പിക്കുകയാണ്, അതായത് സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, വ്യതിചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് റേസ് ഇങ്ങനെ വരുന്നു, അങ്ങോട്ട് ഇങ്ങനെ, ഇങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വിഭജിപ്പിക്കുന്നു അഥവാ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നു അഥവാ സംയോജിപ്പിക്കുന്നു. ഇവിടെ റിയൽ ആൻഡ് കോൺവെക്സ് ലെൻസിന് റിയൽ ആൻഡ് വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. റിയൽ ആൻഡ് വിർച്വൽ ഇമേജ് അല്ലെ. പക്ഷെ കോൺകേവ് ലെൻസിലാണെങ്കിൽ എപ്പോഴും ഓൾവേസ് എന്തേ ഫോം ചെയ്യത്തോളൂ, വിർച്വൽ ഇമേജെ ഫോം ചെയ്യത്തോളൂ. ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ്. എന്ത്, മാഗ്നിഫയിങ് ഗ്ലാസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണാടി അല്ലെ, കണ്ണാടി സ്പെക്ടക്കിൾസ് അല്ലെ, അതുപോലെ തന്നെ ഹ്യൂമൻ ഐ ക്യാമറയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഒക്കെ എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന് ടെലസ്കോപ്പ്, അതുപോലെ തന്നെ ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഫ്ലാഷ് ലൈറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റ്നെസ് യൂസ് ചെയ്യുന്ന, അതായത് ഈ ഷോർട്ട് സൈറ്റ്നെസ് ഉള്ളവർക്കൊക്കെ ഇത് കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ടച്ച് ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മൾ കോൺവെക്സ് പിടിച്ചപ്പോൾ കണ്ടില്ലേ, ആ നടുക്ക് ഭാഗം എന്തായത് കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നടുക്ക് ഭാഗം നല്ല വലുപ്പം കട്ടിക്കായിട്ടും അരിക് ഭാഗം എന്തായിട്ട് തിന്നായിട്ടും ഇരിക്കും. അതുപോലെ തന്നെയാണ് കോൺകേവ്. കേവ് എന്ന് പറയുന്നത് എന്താ, കേവ് ഗുഹ എന്നുള്ളവർക്ക് എന്ത്, കേവ് ഇങ്ങനെ ഇരിക്കും അകത്തോട്ട്, അതായത് കേവ് ഷേപ്പിലിരിക്കും. അതായത് നടുക്ക് ഭാഗം എന്തായിരിക്കും, തിന്നറായിരിക്കും, അരിക് ഭാഗം കട്ടിയുമായിരിക്കും അല്ലെ. നമുക്ക് ടച്ച് ചെയ്ത് തന്നെ ഇതിനെ രണ്ടും തിരിച്ചറിയാൻ പറ്റും. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് നോക്കാം. അതായത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള പ്രത്യേകതകൾ ചോദിക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, രണ്ടും തമ്മിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അതായത് ഇത് കോൺവെക്സ് ലെൻസ്, ഇത് കോൺകേവ് ലെൻസ്. ഓക്കെ, എന്തൊക്കെയാണ് ട്രഫൽ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസിൽ തിക്കർ അറ്റ് ദ മിഡിൽ ആൻഡ് തിന്നർ അറ്റ് എഡ്ജസ് അല്ലെ. കോൺകേവിന്റെ കേസിലാകുമ്പോഴോ തിന്നർ അറ്റ് ദി സെന്റർ ആൻഡ് തിക്കർ അറ്റ് ദി എഡ്ജസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഡയഗ്രാം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മനസ്സിൽ നമുക്ക് ആ ഇമേജ് വരാം, കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും ആ ഇമേജ്. ഞാൻ പറഞ്ഞില്ലേ, കോൺവെക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ, കോൺകേവ് എന്ന് പറയുമ്പോ ഇങ്ങനെ, കണ്ടോ. അപ്പോ ഫസ്റ്റ് വൺ എന്താണ്, തിക്കർ അറ്റ് ദി മിഡിൽ ആൻഡ് തിന്നർ അറ്റ് എഡ്ജസ്. കോൺകേവിന്റെ കേസിൽ തിന്നർ അറ്റ് ദി സെന്റർ ആൻഡ് തിക്കർ അറ്റ് ദി എഡ്ജസ്. കോൺവെക്സ് ലെൻസിനെ കോൾഡ് എ കൺവേർജിംഗ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഒരു പോയിന്റിലേക്ക് കൂട്ടിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കോൺകേവിനാണെങ്കിലോ കോൾഡ് എ ഡൈവേർജിംഗ് ലെൻസ്, അതായത് അത് വ്യതിചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അതുകൊണ്ട് തന്നെ ഡൈവേർജിംഗ് ലെൻസ് എന്ന് പറയുന്നു. വീണ്ടും കോൺവെക്സിന്റെ കേസിൽ ബെൻസ് ലൈറ്റ് റേസ് ഇൻവേർഡ് അല്ലെ, അകത്തേക്ക് എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യിപ്പിക്കുന്നു. ലൈറ്റ് റേസിനെ അകത്തേക്ക് ബെൻഡ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെയോ ലൈറ്റ് റേസിനെ വ്യതിചലിപ്പിക്കുകയില്ല, പുറത്തേക്ക് ഔട്ട്വേർഡ്, ബെൻഡ് ലൈറ്റ് റേസ് ഔട്ട്വേർഡ് അല്ലെ, പുറത്തേക്ക് ലൈറ്റ് റേസിനെ ബെൻഡ് ചെയ്യിപ്പിക്കുന്നു. അടുത്ത എന്താണ്, ക്യാൻ ഫോം റിയൽ ഓർ വിർച്വൽ ഇമേജസ്. റിയലോ വിർച്വൽ ആയിട്ടുള്ള ഇമേജസോ കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യാം. അത് റിയൽ ആയിട്ടുള്ള യഥാർത്ഥമായതോ സാങ്കല്പികമോ ആയിട്ടുള്ള ഇമേജസ് കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യാം. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഓൾവേസ് ഫോം എ വിർച്വൽ ഇമേജ്, എപ്പോഴും വിർച്വൽ ഇമേജ് പറ്റിയാണ് ഫോം ചെയ്യാറ്. അടുത്തത് ഇമേജ് മേ ബി മാഗ്നിഫൈഡ് ഓർ റെഡ്യൂസ്ഡ്. ഇമേജ് എന്ന് പറയുന്നത് നല്ല മാഗ്നിഫൈ ആയിട്ട് കാണിക്കാം, അതായത് വലുതാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ റെഡ്യൂസ് ആയിട്ടും കാണിക്കാം. ഇവിടെയാണെങ്കിലോ ഇമേജ് ഈസ് ഓൾവേസ് ഡിമിനിഷ്ഡ്, അതായത് വളരെ ചെറുതായിട്ടായിരിക്കും ഇമേജ് കാണുന്നത്. ഇവിടെ കോൺവെക്സിന്റെ കേസിൽ യൂസ്ഡ് ഇൻ മാഗ്നിഫൈങ് ഗ്ലാസ്, ക്യാമറാസ്, മൈക്രോസ്കോപ്പ്. ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറാസിൽ, മൈക്രോസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, യൂസ്ഡ് ഇൻ ഗ്ലാസസ് ഫോർ മയോപ്പിയ, അതായത് മയോപ്പിയ ഞാൻ നേരത്തെ പറഞ്ഞു, ഷോർട്ട് സൈറ്റ്നെസ് അല്ലെ, ഷോർട്ട് സൈറ്റ്നെസ് ഉള്ളവർക്ക് അവരുടെ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ട് കോൺകേവ് ലെൻസ്. അതുപോലെ തന്നെ പീ ഹോൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ എന്ത് പറഞ്ഞ, ഡോർ ലൈറ്റ്സ് ഇല്ലേ, നമ്മുടെ ഡോറിലൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസ്, അതാണ് പീ ഹോൾസ് എന്ന് പറയുന്നത്. അടുത്തത് കോൺവെക്സ് ലെൻസിൽ ക്യാൻ ഫോക്കസ് സൺലൈറ്റ് ടു എ പോയിന്റ്, അതായത് സൺലൈറ്റിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയിപ്പിക്കും. കോൺകേവ് ലെൻസിലാണെങ്കിലോ cannot focus sunlight to a
പോയിന്റ് അല്ലെ, ഒരു പോയിന്റിലേക്ക് സൺലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ലെൻസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നമുക്ക് നോക്കാം. അതിപ്പോ നമ്മള് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഒരു ലെക്ചർ, ഒരു വേർഡ്, ഒരു സെന്റൻസ് എന്തെങ്കിലും നമ്മൾ വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ലെക്ചറിന്റെ മുകളിലേക്ക്, ഇപ്പം ഒരു ലെറ്ററിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ലെൻസ് ഉപയോഗിച്ച് വായിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് നോക്കുക. അപ്പൊ ലെൻസ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ അക്ഷരം എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ലെറ്റേഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ലെൻസ് നമ്മൾ അങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ലെൻസ് നമ്മൾ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യും? താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് എന്ത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതേസമയം കോൺകേവിലാണെങ്കിൽ നമ്മളൊരു ലെറ്ററിന്റെ മുകളിൽ വെക്കുന്നു. ഇപ്പൊ എൽ എന്ന് പറയുന്ന ഒരു ലെറ്ററിന്റെ മുകളിൽ ലെൻസ് പിടിക്കുമ്പോൾ അത് നമ്മൾ ലെൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ലെറ്ററും ഇങ്ങോട്ട് തന്നെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ലെൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ലെറ്ററും അങ്ങോട്ട് തന്നെ സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് എന്താണെന്ന് നമുക്ക് പറയാം? കോൺകേവ് ലെൻസ് ആണെന്ന് നമുക്ക് പറയാം. ഈ ലെൻസ് എന്ന് പറയുന്നത് സ്ഫിയേഴ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്, അതായത് സ്ഫിയേഴ്സിന്റെ ഒരു ഭാഗം തന്നെയാണ് ലെൻസ് എന്ന് പറയുന്നത്. അതിപ്പോ രണ്ട് സ്ഫിയേഴ്സ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ, അതായത് ഇതൊരു സ്ഫിയർ, ഇതൊരു സ്ഫിയർ, ഓക്കെ, ഇതൊരു സ്ഫിയർ. അപ്പൊ ഈ ഭാഗം കാണുന്നത് ഇതൊരു സ്ഫിയർ, ഇത് രണ്ടാമത് വേറൊരു സ്ഫിയർ. അപ്പൊ ഇത് രണ്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതല്ലേ നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കണ്ടോ, ഇതാണ് എന്താന്ന് പറയുന്നത്? രണ്ട് സ്ഫിയേഴ്സ് അടുത്തടുത്ത് വരുമ്പോ കണ്ട, ഇതാണ് എന്തെന്ന് പറയുന്നത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതാണ് എന്ത്? ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗമാണ് ലെൻസസ്, കോൺകേവും കോൺവെക്സും ലെൻസും. അപ്പോ ഓരോ ലെൻസിനും രണ്ട് പ്രതലങ്ങളുണ്ട് അല്ലെ. അതായത് ഓരോ ലെൻസിന്, അതായത് ഈ ഒരു സ്ഫിയറിന്റെ ഒരു പ്രതലമാണത് ഈ ഭാഗം അല്ലെ. ഈ ഭാഗം എന്താണ്? വേറൊരു സ്ഫിയർ, ഈ സ്ഫിയറിന്റെ രണ്ടാമത്തെ സ്ഫിയറിന്റെ പ്രതലമാണ് എന്തെന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇത് രണ്ടും രണ്ട് സ്ഫിയറിന്റെ പ്രതലങ്ങളല്ലേ. അപ്പം ഒരു ലെൻസിന് രണ്ട് പ്രതലങ്ങളുണ്ട് അല്ലെ. ഇവിടെ ആണെങ്കിലും നോക്കിക്കേ, ഇത് ഒരു സ്ഫിയറിന്റെ പ്രതലമാണ്, ഇത് മറ്റൊരു സ്ഫിയറിന്റെ പ്രതലമാണ് അല്ലെ. അപ്പൊ ഈ ലെൻസിന് എത്ര പ്രതലമുണ്ട്? രണ്ട് പ്രതലമുണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെ. ലെൻസിലൂടെ ഞാൻ പറഞ്ഞു കൺവേർജ് ചെയ്യും ഡൈവേർജ് ചെയ്യുകയും എന്ന് പറഞ്ഞു അല്ലെ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ വെറുതെ ഈ ഒരു ലെൻസ് നോക്കുമ്പോൾ നമ്മുടെ റിഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞു? ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചരിഞ്ഞ് കടക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഡീവിയേഷൻ ആണ് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ലെൻസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് രണ്ട് റിഫ്രാക്ഷൻ എങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രതലമുണ്ട്? ഇത് ലെൻസുകൾക്ക് രണ്ട് പ്രതലമുണ്ട്. അതായത് ഒരു സ്ഫിയറിന്റെ ഈ പ്രതലവും മറ്റൊരു സ്ഫിയറിന്റെ ഈ പ്രതലവും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ വന്ന് എന്ത് സംഭവിക്കും? അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് എന്ത് സംഭവിക്കും? അത് റിഫ്രാക്ട് ചെയ്യും. വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ, വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ അല്ലെ. അങ്ങനെ കൺവേർജ് ചെയ്യുന്നത്. അതായത് ഒരു ലെൻസിന് രണ്ട് അപവർത്തന പ്രതലങ്ങൾ ഉണ്ട്, അതായത് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റിഫ്രാക്റ്റിംഗ് സർഫസസ് ഓഫ് എ ലെൻസ് ആർ പാർട്സ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കാം. അതായത് ഈ ലെൻസിന്റെ അപവർത്തന പ്രതലങ്ങൾ എന്തിന്റെ ഭാഗമാണെന്ന് ചോദിക്കാം. എന്തിന്റെ ഭാഗമാണ്? ഗോളങ്ങളുടെ ഭാഗമാണ് അല്ലെ, സ്ഫിയേഴ്സിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ ലെൻസിന്റെ അപവർത്തന പ്രതലങ്ങൾ. A lens is a transparent medium in which each refracting surface is the part of a sphere. അതായത് അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് എന്ത്? ലെൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും തീർച്ചയായും നിങ്ങൾ എന്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.